അച്ഛേ, ഉം. ഈ ഉണ്ണിമൂന്നിന്റെ വിഷയം അറിഞ്ഞായിരുന്ന? അറിഞ്ഞു, വായിച്ച് പേപ്പറിലൊക്കെ വിഷയമായിട്ട് വരികയാണല്ലോ മീഡിയയിലും. മനയുടെ തെളിവ്. ആ അപ്പൊ ഞാൻ ചോദിക്കണം, അച്ഛൻ്റെയൊക്കെ പഴയ കാലഘട്ടം, ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ വണ്ടി ഓടിച്ച മമ്മൂട്ടിയുടെ വണ്ടി ഓടിച്ച കഥ അതെ. പറഞ്ഞു. ആ, അപ്പൊ ഞാൻ ചോദിക്കണം, ആ കാലഘട്ടത്തിലല്ലേ ഈ സുകുമാരൻ, ആ, സോമൻ, ഓമ. അപ്പൊ ആ കാലഘട്ടത്തിൽ ഇതേപോലെ തന്നെ ഈ ഒതുക്കൽ ഇപ്പൊ ഇതിന്റെ അകത്ത് നമ്മുടെ ഉണ്ണിമൂന്തൻ പറയുന്നത് ഉണ്ണിമൂന്തനെ ഉം. ഒതുക്കാനായിട്ട് ഉം. ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അതെ അപ്പൊ ഇതിനു മുമ്പ് ഞാനിത് കേട്ടിട്ടുണ്ട്, സുകുമാരനെ ഒതുക്കാൻ അതെ ശ്രമിച്ച് പണ്ടത്തെ. അപ്പൊ അച്ഛൻ അന്ന് രതീഷിന്റെ കാലഘട്ടത്തിലൊക്കെ അച്ഛൻ സിനിമ കണ്ടിട്ടുള്ള, അതെ. അന്നത്തെ കാലത്തിൽ ഇതേപോലെ തന്നെ മലയാള സിനിമയിൽ ഒരു ഒതുക്കൽ പരിപാടി വന്നിട്ടുണ്ട്. ഒതുക്കൽ പരിപാടി അന്നും ഉണ്ട് ഇന്നും ഉണ്ട്. ആണ്. ആ, അത് അന്നത്തെ ഒതുക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാന്യമുണ്ട്. ഇന്നത്തെ ഒതുക്കൽ അങ്ങനെയല്ല. ഇന്നത്തെ ഏതെങ്കിലും പെണ്ണ് കേസില ഇല്ലെങ്കിൽ ഒരുത്തന്റെ പടം ഹിറ്റായ അവനെങ്ങനെയും താഴ്ത്താകണം എന്നുള്ള രീതിയാണ്. സുകുമാരനും സോമനും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇത് അഭിനയം അല്ലാത്ത ഒരു ബന്ധം അവര് തമ്മിലൊക്കെ ഉണ്ടായിരുന്നു. അല്ല, അന്ന് പിന്നെ ആരായിരുന്നു ഒതുക്കാനായിട്ട് ഇങ്ങനെ? അന്ന് എങ്ങനെയായിരുന്നു ഇപ്പൊ സുകുമാരനെ ഒതുക്കാനായിട്ട്? സുകുമാരനെ ഒതുക്കാന്ന് പറഞ്ഞാൽ സുകുമാരൻ നടനായിരുന്നു. നിർമാല്യം തുടങ്ങിയ സുകുമാരൻ, നമുക്ക് നിർമാല്യമാണ് അയാളുടെ ആദ്യത്തെ പടം. അത് തുടങ്ങിയ അയാൾ അന്ന് പഠിച്ചിട്ടുണ്ട്. അയാൾ മദ്രാസിൽ സ്വന്തം വീടെടുത്താണ് വന്ന് ഷൂട്ടിങ്ങിനൊക്കെ അഭിനയിച്ചുകൊണ്ടിരുന്നത്. അന്ന് ഈ ബാലേന്ദ്ര മേനോൻ, ഭാരതൻ ഇവരൊക്കെ അയാളുടെ വീട്ടിലാണ് താമസിച്ചിട്ടുണ്ട്. ആരുടെ? ഈ സുകുമാരൻ സാമ്പത്തികമായിട്ട് ഉണ്ടായിരുന്ന സാമ്പത്തികമുള്ള ആളാണ്. അന്നും തണ്ടനാണ്, ഇന്നും തണ്ടനാണ്. മരിക്കണവരെ അത് തന്നെയായിരുന്നു. ആണല്ലേ? അപ്പൊ സുകുമാരനെയാണോ ഒതുക്കാൻ ശ്രമിച്ചത്? സുകുമാരനെ ഒതുക്കാനല്ല, ഒരു ഈ ക്രാഷ് വന്ന പടത്തിലൊക്കെ സുകുമാരൻ ഷൈൻ ചെയ്യുമ്പോ അന്നത്തെ നടന്മാര് ഈ വേറെ കുറെ ആൾക്കാരൊക്കെ ഉണ്ട്. ഇതിന്റെ മറവില് കുറച്ച് കാശ് പറ്റണ കുറെ സൈഡ് നടന്മാരൊക്കെ ഉണ്ട്. അവര് ഇങ്ങനെ തമ്മി സോമണ്ണൻ അങ്ങനെ പറഞ്ഞു, മറ്റേ അണ്ണൻ ഇങ്ങനെ പറഞ്ഞു, ജോസ് പ്രാവശ്യം വരുമ്പോ വേറെ രീതി പറഞ്ഞു. ഇങ്ങനെയൊക്കെയുള്ള കളികളൊക്കെയാണ്. അന്ന് ഇതുപോലെ ഫോണൊന്നുമില്ലല്ലോ, ലാൻഡ് ഫോൺ കളികളല്ലേ. ഇന്നതല്ലല്ലോ, അപ്പൊ തന്നെ പിടിച്ച് തെളിവ് കാണിക്കല്ല. അപ്പൊ അന്ന് പത്രത്തിലൊക്കെ വാർത്ത? പത്രത്തിലല്ല, അന്ന് സിനിമാസികയിലാണ് അന്ന് ഇതിന്റെ മെയിൻ ആയിട്ട് വന്നത്. സിനിമാസിക അതില് അത് കിട്ടിയില്ലെങ്കിൽ ഭയങ്കര സങ്കടമാണ്. അത് വായിച്ച് സിനിമാ നടന്മാരെയൊക്കെ അറിഞ്ഞില്ലെങ്കിൽ അന്നത്തെ പെണ്ണുങ്ങളൊക്കെ അന്നും ഭയങ്കര ആരാധകർ അന്നും ഇന്നും ഉണ്ടായത് നസീറിന് തന്നെയാണ്. ആണല്ലോ. ഇവരൊക്കെ വന്നിട്ട് നസീറിന് ഒരു സങ്കടമൊന്നും ഉണ്ടായില്ല. അപ്പൊ ഈ നസീർ ഷീലേനെ തമ്മിൽ അന്ന് ഗോസിപ്പൊന്നും വന്നില്ല? ഇഷ്ടം പോലെ വന്നു. അന്ന് ചെമ്മീനിൽ അഭിനയിപ്പിക്കാതിരിക്കാനായിട്ട് ചെയ്തത് ആ പ്രൊഡ്യൂസറാണെന്നൊക്കെ അങ്ങനെ കഥയുണ്ട്. എങ്ങനെ? അതെന്താണ്? മധുവിന് കൊടുത്തത്, പ്രേം നസീറിന് കൊടുത്തത് എന്നൊക്കെ പറഞ്ഞ. മധുവിന് പകരം പ്രേം നസീർ ആയിരുന്നു. മധുവിന് പകരം അല്ല, പ്രേം നസീറിന് പറഞ്ഞാൽ മധുവിനെ ആക്കി ആ പടത്തിൽ ചെമ്മീനിലെ. അപ്പൊ ചെമ്മീനില് മധുവിന് പകരം അഭിനയിക്കേണ്ട പ്രേം നസീറാണ് സത്യത്തിൽ അഭിനയിക്കുന്നത്. അയാൾ ആര് മാറ്റിയപ്പോ? പ്രൊഡ്യൂസർ, അന്നത്തെ പ്രൊഡ്യൂസർ ചെയ്ത. അല്ല, അത് ആരാ പ്രൊഡ്യൂസ് ചെയ്ത? അത് ചെമ്മീൻ ബാബു. ചെമ്മീൻ ബാബു എന്നാണ്, ബാബു എന്നാണ് ബാബു സേട്ട്. വേറെ പടം ചെയ്തിട്ടുണ്ടോ പുള്ളി? ഇല്ല, ഒരു പടം ചെയ്തിട്ട്. ചെമ്മീൻ കളറിൽ വന്നത്. അച്ഛയൊക്കെ പോയി കണ്ടു. ടെക്നിക് കളറാണ്, ഈസ്റ്റ്മാൻ കളറാണെന്നറിയില്ല. അന്നൊരു കളറ് പറയുമായിരുന്നു. അതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കവിതയിലായിരുന്നു അത്, ഞാനൊക്കെ പോയി കണ്ട. നല്ല പടം. എറണാകുളത്തെ കവിതയില് ചെമ്മീൻ സിനിമ റിലീസ് ചെയ്തു. അപ്പൊ ഇത്ര വർഷത്തെ പഴക്കമുണ്ട്? അത് ഭയങ്കര പഴക്കമുള്ള പടമാണ് അത്. അത് ശരി. അല്ല, അന്ന് ഞാൻ ചോദിക്കട്ടെ, അപ്പൊ ഈ സുകുമാരന്റെ കാലഘട്ടത്തില് നസീർ പ്രായമായില്ലേ? എവിടെ നസീർ സുകുമാരനായാലും ചെറുപ്പം, പ്രായം ഉണ്ടെങ്കിലും ചെറുപ്പം. ഇപ്പൊ അച്ഛക്ക് ഇപ്പൊ ഈ ഉണ്ണിമൂന്തനെ ഒതുക്കാനായിട്ട് ശ്രമിക്കുന്നത് ആരായിരിക്കും? ഉണ്ണിമൂന്തന്റെ കൂടെ നടക്കണവരൊക്കെ തന്നെ, അല്ലാതെ വേറെ ആരുമില്ല. എന്താണ് അവരുടെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉണ്ണിമൂന്തൻ മാർക്ക് കാണിച്ചപ്പോ ആരും കാണിക്കാത്ത ഒരു സംഭവമാണ് കാണിച്ചേക്ക്. തനി മറ്റേ ആ മസിലുള്ള ഇംഗ്ലീഷ് ഫിലിമിലായിരിക്കണ അയാളുടെ പേരുന്ന സൽമാൻ ഖാൻ. അല്ലല്ല, ഒരു ഇംഗ്ലീഷ് പടം വന്നു അതുപോലെ, ഗണ്ണൊക്കെ ഇംഗ്ലീഷ് പടം, ഇംഗ്ലീഷ് മൂവി. ആ മിഷൻ ഗണ്ണൊക്കെ എടുത്തിട്ട് മിഷൻ ഇമ്പോസിബിൾ. വലിയ മസിലൊക്കെ ആയിട്ടുള്ള ഒരു അർണോൾഡ്. ടെർമിനേറ്റർ അല്ലേ? അയാളെന്നേലും ഭീകരനായിട്ടല്ലേ ഉണ്ണിമൂന്തൻ കാണിച്ചത്. അയാളാണ് ആ ഇതൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വെക്കണം. ഉണ്ണിമൂന്തന് ആരോഗ്യമുണ്ട്, അതൊക്കെ പൊക്കിയെടുത്തപ്പോ അതൊക്കെ കാണാൻ നല്ല ഒരു സ്റ്റൈൽ ഉണ്ടായിരുന്നു. നടക്കാത്ത സംഭവമാണെന്ന് കാണുന്ന ജനങ്ങൾക്കൊക്കെ അറിയാം. അതെ. പക്ഷെ അവൻ അത് അത്രയും ക്ലിയർ ചെയ്തത്. ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, അതിന്റെ എല്ലാവരും ആ പടത്തിന് വേണ്ടിയിട്ട്, ഉണ്ണിമൂന്തൻ മാത്രമല്ല, മൊത്തം ഒരു ഓളികളൊക്കെ ഉണ്ടാക്കി ആ സിനിമ എന്ന് പറഞ്ഞാൽ
ഭയങ്കര ഹിറ്റായി. ആ സിനിമയ്ക്ക് ശേഷമാണ് ഇവിടെ ആക്രമണങ്ങൾ നടത്തുന്നതൊക്കെ പറഞ്ഞ് വാർത്തയായി. പണ്ടൊക്കെ എന്തോരം പരിപാടി നടന്നേക്കുന്നത്. ഇത് പറഞ്ഞു ഏത് പടം നടന്നാലും ഏതെങ്കിലും ഒരുത്തൻ പറയും. ഇപ്പൊ റോബിൻ ഹുഡ് എന്ന് പറഞ്ഞ് പൃഥ്വിരാജ് കാണിച്ചു. ATM പൊളിക്കാന്ന് തുടങ്ങിയ പൃഥ്വിരാജിന്റെ അമ്മക്കും പൃഥ്വിരാജിന്റെ അപ്പനും കിടക്കപ്പുറത്തില്ല. അവനൊരു നല്ലൊരു കാര്യം ജനങ്ങളുടെ ഇടയിൽ ഇങ്ങനെയൊക്കെ നടക്കും. ആ ഡയറക്ടറിന്റെ കഴിവ് കൊണ്ടും അവന്റെ അഭിനയ ശേഷി അവന്റെ ഇതെല്ലാം കൊണ്ട് അത് നന്നായി വന്നു കഴിഞ്ഞപ്പോ അതിന് അസൂയ. സിനിമക്കാര് തന്നെയാണ് സിനിമക്കാർക്ക് അസൂയ അല്ലേ? ഒരുപാട് അസൂയ സിനിമക്കാര് തന്നെ ഉണ്ട്. ഈ ചമച്ച അടിക്കണ കുറെ എണ്ണം ഉണ്ട്. അപ്പൊ ഞാൻ പ്രിയദർശൻ ഓടുമ്പോ ഒരുപാട് ചമച്ച ഈ പ്രിയദർശന്റെ ഏത് പടത്തിന് ഓടിയപ്പോ ഈ വീണ്ടും ഈ പറഞ്ഞ പോലെ പറയാനും വയ്യ, പറയാതിരിക്കാനും വയ്യ. പിന്നെ സിബി മലയിൽ അന്ന് കയറി തന്നെ ഉള്ളൂ. ആ സമയത്ത് ലിസിനെയും കൊണ്ട് മേനയെ കൊണ്ട് വിട്ടതൊക്കെ ഞാനാണ്. കുതിരട്ടം പപ്പുന്റെ അല്ലല്ല അവളുടെ ഇത് വേറെ ഈ ശങ്കറിന്റെ പടം. ഈ പറയാനിരിക്കാനും വയ്യ അല്ല ഷൂട്ടിങ് വൈറ്റിലൊരു വീടായിരുന്നു. അപ്പൊ ഇവര് ആൾക്കാരുടെ കൂട്ടം കാരണം ലിസിനെ അവിടെ നിന്ന് മാറ്റിയത്. ഭയങ്കര ഷൂട്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ആണല്ലേ. പക്ഷെ അന്നൊക്കെ ആൾക്കാർക്കൊരു സത്യസന്ധത ഉണ്ടായി. തല്ലുപിടുത്തത്തിനും എല്ലാത്തിനും ഒരു ആരാധന മനോഭാവം. ഇന്ന് അതില്ല, ബഹുമാനമില്ല. ഇന്നിപ്പോ ആരെ വേണമെങ്കിലും ഫോണിൽ കൂടി എന്ത് വേണമെങ്കിലും കാണിക്കാം, എന്ത് വേണമെങ്കിലും പറയാം. അങ്ങനെയൊക്കെ ആയിരുന്നു. ഈ സുകുമാരനൊക്കെ എന്ത് നല്ല മനുഷ്യനാണെന്നറിയാം. ആണല്ലേ. പിന്നെ മമ്മൂട്ടിയുടെയൊക്കെ ഏകദേശം ആ സ്വഭാവം. മമ്മൂട്ടി അന്നൊക്കെ എങ്ങനെയായിരുന്നു ബെൽറ്റ്? സുകുമാരൻ, മമ്മൂട്ടി, ഈ ശ്രീനിവാസൻ അപ്പൊ ഈ ടീമിലുള്ളതാണ്. ശ്രീനിവാസൻ മോഹൻലാൽ ബെൽറ്റായിട്ടാണ് പഞ്ചവടി പാലത്തിലാണ് ശ്രീനിവാസൻ വന്നത്. പഞ്ചവടി പാലം എന്ന് പറഞ്ഞാൽ കൊടിയേറ്റം ഗോപിയുടെ ഒരു പടമാണ്. അതിൽ പാലം പൊളിഞ്ഞ് ഉന്തുവണ്ടിയിലിരുന്ന് മരിക്കണതാണ് ശ്രീനിവാസൻ. അന്ന് ശ്രീനിവാസൻ ഇത്ര വലിയ നടനാണെന്നൊന്നും ആർക്കും അറിഞ്ഞൂടെ. അത് ശരി. KG ജോർജിന്റെ പടം വരുന്നു. ഞങ്ങളൊക്കെ ആ പടത്തിന്റെ KG ജോർജിന്റെ പടത്തിലാണ് ഈ പുള്ളി ആദ്യം വന്നത്. ഈ ശ്രീനിവാസൻ ആണോ? പിന്നെ ഈ ശ്രീനിവാസൻ എത്ര വർഷം കഴിഞ്ഞിട്ടാ പിന്നെ ഹിറ്റ് ആയത്? ശ്രീനിവാസൻ കുറെ എന്താണ് അരം പ്ലസ് അരം, പിന്നെ വെളിയനാട്. ബാലേന്ദ്രമേനോന്റെ പടമാണ്. അല്ലല്ല, ഈ പ്രിയദർശനം ബെൽറ്റിലാണ്. പ്രിയദർശൻ ബെൽറ്റിലാണ് ഇവരെല്ലാം കയറിയത്. തിരക്കഥ എഴുതണ അന്ന് ശ്രീനിവാസനായിരുന്നു. ആണല്ലേ. നല്ല ഒരു കോമഡി അന്ന് കാണാൻ പറ്റിയത്. തിയേറ്ററിലൊക്കെ ആൾക്കാര് ശ്രീനിവാസന്റെ കോമഡി കണ്ടിച്ചിരിക്കുക. അച്ഛയൊക്കെ തിയേറ്ററിൽ പോയി കാണുമ്പോ ശ്രീനിവാസനൊക്കെ വന്നത് അറിയില്ല. ഇല്ല, സിനിമയിൽ തിയേറ്ററിൽ വന്നതും അറിയില്ല, പോണതും അറിയില്ല. അച്ഛ അന്നത്തെ കാലത്ത് ഏതൊക്കെ പടം കാണാൻ പോയിട്ടുണ്ട് തിയേറ്ററിൽ? ഞാൻ മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയാണ് കൂടുതൽ കാണുന്നത്. സുകുമാരന്റെ കണ്ടേക്കണ നിർമാല്യം നല്ല പടം. അത് മനസ്സിൽ നിന്ന് മാറില്ല. ഈ ചെമ്മീനൊക്കെ ഇറങ്ങിയ സമയത്ത് അച്ഛൻ തിയേറ്ററിൽ പോയി കണ്ട? അന്ന് എനിക്കെന്തോ 13 വയസ്സ് അങ്ങനൊക്കെ ഉള്ളു. അപ്പൊ ആരുടെ കൂട്ടത്തിൽ പോയി കണ്ടു? സ്കൂളിൽ പോകണമെന്നും പറഞ്ഞ് പോയി കണ്ടതാണ്. അന്ന് ചെമ്മീൻ ഷോലയൊക്കെ അങ്ങനെയാണ് പഠിത്തം പോയത്. ഷോലെ അമിതാഭ് ബച്ചനെയൊക്കെ ഭയങ്കര കാര്യമായിരുന്നു. ഞങ്ങളൊരു ബെൽറ്റായിരുന്നു അന്ന്. പടം തുടങ്ങി അന്ന് പോകും. രാജേഷ് ഖന്നനെയൊക്കെ ഭയങ്കര ഇഷ്ടം, ആരാധന. അങ്ങനെ കുറെ പടമൊക്കെ ഉണ്ടായിരുന്നു രാജേഷ് ഖന്ന. ഈ ചെമ്മീൻ സിനിമക്ക് എത്രയായിരുന്നു അന്ന് ടിക്കറ്റ് ചാർജ്? അന്ന് 30 പൈസ അത്രേ ഉള്ളൂ. അത് ഞങ്ങൾ ഏറ്റവും മുമ്പിലല്ലേ. ഏറ്റവും മുമ്പിൽ പോയി 50 പൈസ. അതൊക്കെ ഒപ്പിക്കാൻ പറ്റുന്ന പാട് ദൈവത്തിന് മാത്രമേ അറിയൂ. അപ്പൊ അച്ഛ അന്നേരം ആ സമയത്ത് എവിടെയാ പഠിച്ചോണ്ടിരുന്ന? ഞാൻ സാന്താക്രൂസിൽ. സാന്താക്രൂസ് എന്ന് പറഞ്ഞാൽ എവിടെ? ഫോർട്ട് കൊച്ചിയിലാണ് പഠിച്ചത്. അപ്പൊ ഈ 13ാമത്തെ വയസ്സിൽ ഫോർട്ട് കൊച്ചിയിൽ നിന്ന് കവിതാ തിയേറ്ററിൽ വന്ന് നിങ്ങളപ്പോ സൈക്കിളെ വരുമോ? സൈക്കിളല്ല, ബസ്സിന് വരും. ബസ്സേ കയറി വന്നു. ബസ്സിന് അന്ന് എന്തോ 5 പൈസ 10 പൈസ കൊടുത്താൽ ഞങ്ങൾക്കൊക്കെ. അപ്പൊ കൂടുതൽ വിശേഷങ്ങൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് പറയാം അല്ലെ. ഇനി ഒരുപാട് പഴയ കഥകൾ അച്ഛൻ്റെ തലച്ചോറിനകത്ത് ഇരിക്കുന്നുണ്ട്. എല്ലാം നമുക്ക് പുറത്തിയടിക്കാം. താങ്ക് യു.